രഞ്ജിനി, നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ കുത്തൊഴുക്കിൽ നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണാതെ പോകുന്നുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണാതെ പോകുന്നത്. അത് ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ അത് രഞ്ജിനിക്ക് അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മളുടെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആരോഗ്യരംഗം ഇത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇതിൽ നിന്ന് പലരും സ്കിപ്പ് ചെയ്ത് പോയെന്നിരിക്കാം. ഇല്ല, അവർ കേൾക്കണം. കാരണം അത്തരത്തിലുള്ള ഒരു ദുരനുഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്, അതായത് നമ്മുടെ മന്ത്രി കൊച്ചമ്മയുടെ ഭരണത്തിൽ നിന്ന്, ഭരണസിരാകേന്ദ്രത്തിൽ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നത്ര ദൂരത്തിൽ ഒരു വിളിപ്പാടകല് നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി നേരിട്ട് അനുഭവിച്ചറിഞ്ഞതല്ലേ. എത്ര ആയിരക്കണക്കിന് സാധാരണ ജനങ്ങളാണ് അവിടെ വരുന്നത്. സാർ പറഞ്ഞത് ശരിയാണോ? മെഡിക്കൽ കോളേജ്, കാരണം ഇത് സ്ഥിരം കേൾക്കുന്നതാണ്. ജനറൽ ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ. അപ്പോൾ ഇതിപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരാണ് സ്കിപ്പ് എന്ത്, അത് കുറച്ച് നേരം നിങ്ങൾ ഇരുന്നത് കേൾക്കണം. ഒരു പക്ഷേ മെഡിക്കൽ കോളേജിലോട്ടോ ജനറൽ ഹോസ്പിറ്റലിലോട്ടോ ഒന്നും കയറാത്ത പ്രേക്ഷകർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്. അത് തിരുവനന്തപുരം മാത്രമല്ല സാർ, എല്ലാ ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമാണ് എന്നാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ നമ്മൾ നോക്കിയേ വേണ്ട എന്നുള്ളതാണ്. പക്ഷേ പ്രഗത്ഭന്മാരായുള്ള ഡോക്ടേഴ്സും ഉള്ളടമെന്ന് പറയുന്നത് അതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഡോക്ടേഴ്സിന്, നേഴ്സസിന്, മറ്റുള്ള സ്റ്റാഫുകൾ, സെക്യൂരിറ്റി ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറയാത്ത അവരെല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. അവർ അവരുടേതായ ശരിയായിട്ടുള്ള റൈറ്റ് വേയിലാണ് അവർ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു മേഖലയിൽ വളരെ നൈപുണ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഫാസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാം. അത് അവിടെ മാറ്റി വെച്ചേക്കും. പക്ഷേ ഞാൻ 1-2 തവണ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇതിൻ്റെ മുന്നേ പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുന്നേ ഒരു പക്ഷേ സർജറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയതുകൊണ്ട് എനിക്ക് അത്രത്തോളം എനിക്ക് എൻ്റെ വ്യാപ്തി അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പോയത് നേരെ കാഷ്വാലിറ്റിയിലാണ്. കാഷ്വാലിറ്റി പോയി സത്യം പറഞ്ഞാൽ സാറേ, നമ്മളിപ്പോൾ ഗാസയുടെയൊക്കെ അവസ്ഥ, നമ്മൾ പല ഹോസ്പിറ്റലുകളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ എത്രയോ ഭേദമെന്ന് ഞാൻ പറയും. അവിടെ ഹോസ്പിറ്റലുകളില്ല, എന്നാൽ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൂടെയൊക്കെ കാണുമ്പം കുട്ടികളെ കിടത്താനാലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പല യുദ്ധമുഖങ്ങളിൽ നിൽക്കുന്ന ഹോസ്പിറ്റലുകൾ. കാരണം അവർ പെട്ടെന്നാണ് അത്രയും രോഗികൾ അവിടെ എത്തുന്നത്. അല്ലാത്ത രോഗികൾ കൂടാതെ ഈ ആക്സിഡൻറ്റ്, ഈ ബോംബും മറ്റുള്ള ബ്ലാസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എമർജൻസി വരുന്ന രോഗികളെ നമ്മൾ കാണുന്നതാണ് വീഡിയോയിൽ. പക്ഷെ അതിനേക്കാളും പരിതാപകരമാണ് നമ്മുടെ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. ഈ സത്യം പറഞ്ഞാൽ പട്ടികളുണ്ടല്ലോ, നമ്മുടെ തെരുവ് പട്ടികൾ, അതിനേക്കാളും നിഷ്ക്രിയമായിട്ടാണ് അവിടുത്തെ മനുഷ്യരെ കാണുന്നത് എന്നുള്ളതാണ്. തല ചായ്ക്കാൻ ഇടമില്ല. നമ്മൾ കാഷ്വാലിറ്റി, ജനറൽ വാർഡ് 1, 2, 3 ഭാഗങ്ങളിലോട്ട് പോകുമ്പം ആക്സിഡൻ്റൊക്കെ പറ്റി കിടക്കുന്ന, വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുന്ന വ്യക്തികൾ സ്ട്രെച്ചറിലൊക്കെ അങ്ങനെ മണിക്കൂറുകളാണ് കിടക്കുന്നത്. അവിടെ ഡോക്ടേഴ്സിനെ തന്നെ അറിയില്ല ആരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നേഴ്സസിനെ അറിയില്ല ആർക്ക് എന്ത് കൊടുക്കണം. അവിടെ ചെന്ന് നമ്മൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കിന് എങ്ങനെ ട്രിപ്പ് ഇടണം, എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കണം, എങ്ങനെ ആ ട്രിപ്പ് ഊരണം, എടുക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് ഒരു വ്യക്തി പഠിച്ച്, ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ആര് നിൽക്കുന്നു അവർ പഠിച്ചിരിക്കും എന്നുള്ളതാണ്. ഒരു രോഗിയൊന്നും എടുക്കാൻ സ്ട്രെച്ചറില്ല, കിടക്കാൻ സ്ഥലമില്ല, തറയിൽ പോലും കിടക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് കോടികൾ ആരോഗ്യ മേഖലയിൽ മുടക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കണ്ട അവസ്ഥ സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിലും എത്രയോ ഭേദമാണ് കാലിത്തൊഴുത്തുകൾ എന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് ഈ കാഷ്വാലിറ്റിയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് മാറ്റേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുണ്ട്, സ്പേസ് ഉണ്ട്. പക്ഷേ അവിടെ കൃത്യമായിട്ട് പരിപാലിക്കാനുള്ള സ്റ്റാഫുകളില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. അവിടെ ഡോക്ടേഴ്സിൻ്റെ അഭാവമുണ്ട്, നേഴ്സസിൻ്റെ അഭാവമുണ്ട്, മറ്റുള്ള സ്റ്റാഫുകളുടെയൊക്കെ അഭാവം അവിടെയുണ്ട്. ആ അഭാവം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ജനറൽ വാർഡ് 1-ാം നമ്പറിലും 2-ാം നമ്പറിലും ഇത്രയും ആൾക്കാരെ തിക്കി നിറയ്ക്കുന്നത്.
ഒരു പക്ഷേ നല്ല കുറേ സ്റ്റാഫുകളും ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വാർഡുകൾ, അവിടെ മെഡിക്കൽ കോളേജ് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, എന്തോരം ബിൽഡിങ്ങുകളാണ് ഇവർ കിട്ടുന്നത്. ആ വാർഡുകളൊക്കെ ഒരു പക്ഷേ ജനറൽ വാർഡായിട്ട് എടുത്ത് ഒരു കാഷ്വാലിറ്റിയും കൂടെ എടുത്തിട്ട് ഇവർക്ക് കുറച്ചുകൂടി വിപുലീകരിക്കാം. ICUവിൽ തന്നെ സാറ് 4 ബെഡാണുള്ളത്, 4 5 ബെഡാണ്. അവിടെ നിന്നവർ പറയുകയാണ് ICU കിടക്കേണ്ടുന്ന പേഷ്യൻസ് ഒക്കെയാണ് ഈ കാഷ്വാലിറ്റിയിൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നത്. ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്ന് കിടക്കുന്നതാണ്. ഈവൻ ബോധമില്ലാത്തത്, കോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലല്ലാത്തത്, വളരെ സർജറി ചെയ്യേണ്ടുന്ന അവസ്ഥയിൽ ഇവരെയാണ് പിന്നീട് ഷിഫ്റ്റ് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ പെട്ടെന്ന് എമർജൻസി വരുന്ന അവരുടെ അവസ്ഥകൾ പരിതാപകരം എന്ന് പറയാം. ഇരുന്നൊക്കെയാണ് ഓരോരുത്തരും നേരം വെളുപ്പിക്കുന്നത്. കാരണം കട്ടിലിൻ്റെ കീഴിലൊക്കെയാണ് രോഗികളെ ഇട്ടേക്കുന്നത്. ഞാൻ ഈ പറയുമ്പോൾ എന്തുമാത്രം വ്യാപ്തിയുണ്ട്. അവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിശയോക്തി ഇല്ല എന്ന്. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ അത് അങ്ങനെയാണ്, അക്സെപ്റ്റബിൾ ആയിരുന്നു. സർക്കാർ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെയാണ് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഇപ്പോൾ മനുഷ്യൻ്റെ എണ്ണം, ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തേതിനേക്കാളും ഇരട്ടി രോഗികളാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത്. അപകടങ്ങൾ, സൂയിസൈഡ് അറ്റംപ്റ്റ്, മറ്റുള്ള വലിയ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർ വന്നെത്തുന്നുണ്ട്. അതുകൂടാതെ ഈ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാതെ കുറേ ആക്സിഡൻ്റൊക്കെ വരുന്ന കേസുകൾ അവരുടെ കാര്യം പിന്നെ ദുരന്തമാണ്. കാരണം ബൈസ്റ്റാൻഡേഴ്സ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ തന്നെ വല്ല ബ്ലഡോ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയും. പക്ഷേ ഇല്ലാത്തവരുടെ അവസ്ഥ അവരെ അങ്ങ് മണിക്കൂറുകളായിട്ടേക്കുന്നത്. ഓരോ മണിക്കൂറുകളും നമ്മളുടെയൊക്കെ ഇടയിലൂടെയാണ് ഓരോ മനുഷ്യൻ്റെ ശവം, മരിച്ചവരുടെ ഡെഡ് ബോഡീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലവരെ ഇട്ടേക്കുന്ന ഡെഡ് ബോഡി ഇപ്പുറത്ത് കിടക്കാതെ തൊട്ടിപ്പുറത്ത് മനുഷ്യനെ ഇട്ടേക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ബെഡിൽ തന്നെ കിടക്കുന്ന ഇപ്പുറത്ത് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും കിടക്കുന്നത്. ആ മരിച്ച വ്യക്തിയുടെ കൂടെ ആയിരിക്കും ഇപ്പുറത്ത് കിടക്കുന്നത്. മരിച്ചത് ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ഇവരൊക്കെ അറിയുന്നത്. കാരണം അങ്ങനെ നോക്കാൻ പറ്റാത്ത, അവരുടെ കൺട്രോളിങ്ങിലല്ലാത്ത രീതിയിലാണ് അവിടുത്തെ പോക്ക്. നമുക്ക് അവിടെ ചെന്ന് ഒരു ദിവസം ഞാൻ ഒരുപാട് അവിടെ ചെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രശ്നം. അതേപോലെ തന്നെ നമ്മളൊരു ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റേയോ അല്ലെങ്കിൽ CT സ്കാനോ ഒക്കെ എടുക്കണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 1 മണിക്കൂർ പോകും. ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അവസ്ഥയാണ് ഇത് കണ്ടുപിടിക്കുക. ഒരു പക്ഷേ ഇതൊക്കെ ഇവർക്ക് മാറ്റാം, ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറ്റാം. ഈ വാർഡിനോട് ചേർന്ന് CT സ്കാനും ബ്ലഡ് കൊടുക്കുന്ന ലാബ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ക്രമീകരിച്ചാൽ ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൂ. ഇത് ഫസ്റ്റ് ഫ്ലോർ ഇറങ്ങുന്നത്, സെക്കൻഡ് ഫ്ലോർ ഇറങ്ങുന്നത്, അവിടെ ചെല്ലുമ്പോൾ അവിടെ അല്ലെന്ന് പറയും, അപ്പുറത്ത് പോയി പേയ്മെൻറ്റ് അടയ്ക്കും. ഇങ്ങനെ മനുഷ്യനെ ഇട്ട് വട്ടം ചുറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് ചികിത്സിക്കുന്ന വെറ്റിനറി ഹോസ്പിറ്റലുകൾ എത്രയോ ഭേദമാണ്, എത്രയോ നല്ലതെന്ന് ഞാൻ ചിന്തിക്കും. ഞാനപ്പോൾ അവിടെ ഇരുന്ന് ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരിടം കിട്ടിയിരുന്നു, ഈ തല ചായ്ക്കാനെങ്കിലും കിട്ടിയിരുന്നു. അത്രയ്ക്ക് ദുരന്ത അവസ്ഥ എന്ന് തന്നെ പറയാം. ബാത്റൂം സൗകര്യങ്ങൾ, അതേപോലെ ഇവർ പിന്നെ എങ്ങനെയാണ് ഇത്രയും കോടികൾ ചിലവഴിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ ചിന്തിക്കും. മരുന്നുകളുടെ അഭാവം, മരുന്നുകളില്ല, എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരമ്മ, എൻ്റെ തൊട്ട് അടുത്തുള്ള ഒരമ്മ, അവരുടെ ഭർത്താവിനെ വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു, അവിടുന്ന് മെഡിക്കൽ കോളേജിൽ എമർജൻസി ആയിട്ട് വിട്ടതാണ്. തലേന്ന് രാത്രി ആ അമ്മ ഭർത്താവുമായിട്ട് വന്നേ, പ്രായം ചെന്നവരാണ് ഇരുവരും. അദ്ദേഹത്തിൻ്റെ കാലൊന്നും എടുക്കാൻ പറ്റത്തില്ല, തളർന്ന് കിടപ്പിലാണ്, കുറച്ച് സീരിയസ് ആണ് ആൾക്ക്. അപ്പം ആള് യൂറിനിൽ ഒരു രാത്രി മുഴുവൻ അവർക്കത് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തില്ല, ആരുമില്ല. ആ യൂറിനിൽ അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പിറ്റേന്ന് മകളൊക്കെ വന്ന് ആരൊക്കെയോ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇത്രയും മണിക്കൂറുകൾ കിടന്നിട്ട് പോലും അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാരണം ഇവർക്ക് ട്രീറ്റ്മെൻറ്റ്, സർജറി ആവശ്യമാണ്. സർജറി വേണമെങ്കിൽ ഇവർക്ക് കാശില്ല. കാരണം ഇവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെ എന്തോ പദ്ധതികളുടെ ഇതുണ്ട്. അപ്പോൾ അത് ഫോം ഫില്ല് ചെയ്തിട്ട് വേണം ഇവർക്ക് സൈൻ ചെയ്ത്, ഡോക്ടർ സൈൻ വാങ്ങി കൊടുത്താലേ ഇവർക്ക് ബാക്കിയുള്ള ഇത് ചെയ്യും. ഇവർ ഈ ഫോമും എടുത്ത് ഈ ഡോക്ടറുടെ പുറകെ ഒരു 3-4 തവണ ഡോക്ടറുടെ പോകും. അവർക്കൊന്നും സൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ഡോക്ടറിനെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, 100,000 കാര്യങ്ങൾ. പക്ഷെ അതൊന്നും സൈൻ ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല. കാരണം ഡോക്ടർ അത്ര തിരക്കാണ്. അതും കൊണ്ട് അവർ നടക്കുകയാണ്. പിന്നെ മകളൊക്കെ വന്ന് എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ അത്രത്തോളം ആ പിതാവിനെ ഇട്ടേക്കുന്നത് ഈ എന്താ പറയുക, 2 കട്ടിലിൻ്റെ ഇടയ്ക്ക് വെറും തറയിൽ യൂറിനകത്ത് അങ്ങനെ കിടക്കും. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. വേറൊരു കുട്ടി, അത് അച്ഛനും അമ്മയൊന്നും ഇല്ലാണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാണ്ട് അവിടെ വന്ന് കിടക്കുന്നത്. അതിനെ ഡെഡ് ബോഡിയുടെ അടുത്താണ്
കയറ് കിട്ടിയതിന് ഈ ന്യൂറോ സംബന്ധമായിട്ട് എന്തോ രോഗമാണ്. അങ്ങനെ നിരവധി നമ്മൾ അവിടെ ഇരുന്ന ഒരു വലിയ ചരിത്രം എഴുതാനുള്ള ഒരു കഥകൾ തന്നെ, നിരവധി കഥകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അത്രയ്ക്ക് ദുരന്തമാണ്. സത്യം പറഞ്ഞാൽ സർക്കാർ ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബിഗ് സീറോ എന്ന് തന്നെ പറയും. പഴയ മെഡിക്കൽ കോളേജിന് ഒരു മാറ്റമില്ല, ബിഗ് സീറോ. കുറേയൊക്കെ അവർക്ക് മാറ്റാം, അറേഞ്ച്മെൻറ്റ്സ് മാറ്റിയാൽ ഈ പറഞ്ഞോണം, ഞാൻ പറഞ്ഞോണം, ഈ ബ്ലഡ് ബാങ്കുകൾ, CT സ്കാനൊക്കെ അടുപ്പിച്ച് വരും, വാർഡുകളുടെ എണ്ണം കൂട്ടുക, ബെഡുകളുടെ എണ്ണം കൂടുക, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെയും മറ്റുള്ള സ്റ്റാഫുകളുടെയൊക്കെ എണ്ണം. 9 വർഷമായിട്ട് സാർ അവിടെ സ്റ്റാഫുകളെ നിയമിച്ചിട്ടില്ല. ഈ 9 വർഷമായിട്ട് സ്റ്റാഫുകളെ നിയമിക്കാത്ത മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കും. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള ഡോക്ടേഴ്സിനെ കുറ്റം പറയാൻ പറ്റുമോ? മറ്റുള്ള നേഴ്സസിനെ കുറ്റം പറയാം? ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അനാസ്ഥ ആരാണ്? നമ്മുടെ LDF സർക്കാരിൻ്റെ ദുരന്തമായിട്ടുള്ള ഭരണമാണെന്ന് ഞാൻ പറയും. സത്യം പറഞ്ഞാൽ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിലയെങ്കിലും മനുഷ്യന് ഇവർ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ മെഡിക്കൽ കോളേജ് നമ്മളിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. കുറേ കൂടെയൊക്കെ അവർക്ക് വിപുലീകരി. അവർ എപ്പോഴും UP ഒക്കെ പറയില്ല, അവിടെയൊക്കെ ചെന്ന് നോക്കട്ടെ, എത്രയോ ഭേദം. ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ താഴെ കമൻറ്റുകൾ വന്നു, ഒന്ന് പോയി നോക്കട്ടെ. അവരവിടെ പോയി, അവിടെ അറ്റവും മൂലയും എവിടെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് പഴയ വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല. UP യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ആ സംസ്ഥാനത്ത് പോയി നോക്കിയിട്ട് ഇവർ എൻ്റെ തൊട്ട് താഴെ കമൻ്റ് ഇടട്ടെ. പക്ഷേ ഇവിടെ ഇതൊന്ന് ചെന്ന് കാണേണ്ടുന്ന അവസ്ഥ തന്നെയാണ്. പരിതാപകരം എന്ന് പറഞ്ഞ പോലെ പരിതാപകരമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ജനം ഇവരെ ഈ ഒരു പാർട്ടിയെ വെറുത്തു പോകും എന്നുള്ളത്. എന്തായാലും ഇനി ഒരു 6-7 മാസം ഉണ്ടല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ, ഇനി അടുത്ത ഭരണം എങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷേ ഇവർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ സാർ. കോടികൾ വാങ്ങിക്കുന്ന ബജറ്റിൽ മാറ്റി വയ്ക്കുന്നത് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ ഇങ്ങനെയിട്ട് വലയ്ക്കുന്നത്. ഇവരൊക്കെ അമേരിക്കയിലും എവിടെല്ലാം ട്രീറ്റ്മെൻറ്റിനും പോകുന്നു. പിണറായി വിജയൻ അമേരിക്കയിലാണ് പോകുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂക്കിൻ തുമ്പത്തിരിക്കുന്ന തലസ്ഥാനത്തുള്ള മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ല? അദ്ദേഹം പോകട്ടെ, കാഷ്വാലിറ്റിയിലൊന്ന് ട്രീറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്ന് പോട്ടെ, മകളൊന്ന് പോട്ടെ. അദ്ദേഹം ഭരിക്കുന്ന ഇടമല്ലേ, അദ്ദേഹത്തിന് പോകാൻ സാധിക്കാത്തത്? വീണ ജോർജ് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സാണല്ലോ ഉള്ളത്. അമേരിക്കയിൽ ഉള്ളതിനേക്കാളും പ്രഗത്ഭരും ട്രീറ്റ്മെൻറ്റ് അറിയാവുന്ന ഡോക്ടേഴ്സാണല്ലോ ഉള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല? എന്താണ് പോകാത്തതിൻ്റെ കാരണം? അദ്ദേഹത്തിന് അവിടെ അടുത്ത് പരിസരത്ത് പോലും ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം വല്ല ഇൻഫെക്ഷൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് പേടിയാണ്. വീണ ജോർജ് മാസ്ക് വെച്ചോണ്ടേ പോകും. അവിടെ ചെന്ന് അകത്തോട്ട് കാഷ്വാലിറ്റി കയറത്തില്ല. അവർ ആ ജനറൽ വാർഡിലൊക്കെ ഒന്ന് കയറാത്തതുണ്ട്. ഇവർ മിന്നൽ പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തൂല. ആ ജനറൽ വാർഡിലോട്ട് അവരൊന്ന് കയറാത്തതുണ്ട്. അവർ കയറൂല. അവർക്കറിയാം അവിടുത്തെ അവസ്ഥ എന്തെന്ന്. അപ്പോൾ ജനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമുക്ക് വികസനവും വേണം. ഏതായാലും നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടൊന്നും വലിയ നേട്ടമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ജനം മനസ്സിലാക്കട്ടെ. ഞാൻ എൻ്റെ പോസ്റ്റിൽ അന്ന് സാർ എടുത്തത് അവസാനം കുറിച്ചതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കുക. നമ്മുടെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ നമുക്കിടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മെഡിക്കൽ കോളേജിലോ ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ പോകാതിരിക്കാൻ വേണ്ടി സമ്പത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കുന്നതായിരിക്കും. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇത് രഞ്ജിനി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ശോചനീയ അവസ്ഥയാണ് നൽകിയത്. അത് ഇനിയെങ്കിലും വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പതിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.